ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ സംശയം എന്തായിരുന്നു എന്നറിയാമോ? ഏത് സ്റ്റോക്ക് വാങ്ങണം എന്നല്ല, മറിച്ച് എങ്ങനെ ഒരു ശരിയായ പോർട്ട്ഫോളിയോ നിർമ്മിക്കണം എന്നായിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പോർട്ട്ഫോളിയോ സ്ട്രക്ചർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ ഘടന. എന്താണ് പോർട്ട്ഫോളിയോ? നമ്മൾ ഓൺ ചെയ്യുന്ന കളക്ഷൻ ഓഫ് അസറ്റ്സ്, അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ പോർട്ട്ഫോളിയോ. ഇപ്പോൾ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ഓൺ ചെയ്യുന്ന സ്റ്റോക്സ്. മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എന്തായിരിക്കും? നിങ്ങൾ ഓൺ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു കളക്ഷൻ. ഈ പോർട്ട്ഫോളിയോക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. നമ്മളുടെ ഫിനാൻഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യാൻ പോർട്ട്ഫോളിയോ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ നിർമ്മിച്ച പോർട്ട്ഫോളിയോ സ്ട്രക്ചറിനെ പറ്റിയാണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ തുടക്കം കുറിക്കുന്ന ഒരാൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്ന സ്റ്റോക്സ് ഒന്നും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. ഈ വീഡിയോ പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു സെക്ടറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. അതിന് പകരം നമ്മളുടെ പോർട്ട്ഫോളിയോ പല സെക്ടേഴ്സിലായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിടണം. അപ്പം ഏതൊക്കെ സെക്ടേഴ്സാണ് ഒരു ബിഗിനറിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സെക്ടർ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ആയിരുന്നു. എന്തുകൊണ്ട്? കാരണം ബാങ്കിങ് നമ്മുടെ എക്കണോമിയുടെ ഒരു ബാക്ക് ബോൺ ആണ്. നമ്മുടെ എക്കണോമി വളരുന്ന സമയത്ത് ക്രെഡിറ്റ് വളരും. ക്രെഡിറ്റ് വളരുമ്പോൾ എന്ത് സംഭവിക്കും? ബാങ്കുകൾ വളരും. എന്താണ് ക്രെഡിറ്റ് എന്നല്ലേ? ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോൺ. അതായത് ഇപ്പോൾ പണമില്ലെങ്കിലും നമ്മൾ പിന്നീട് തിരിച്ചടയ്ക്കുമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് പണം അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാനുള്ള ആ ഒരു സൗകര്യത്തിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയാം. നമ്മളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കടം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ക്രെഡിറ്റ് ആണ്. അപ്പം എക്കണോമി വളരുമ്പോൾ ഈ ക്രെഡിറ്റ് വളരും. അതെങ്ങനെയാണ്? എക്കണോമി വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? GDP വളരും, നമ്മളുടെ കയ്യിലൊക്കെ പൈസ വരും അല്ലേ? അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ പൈസ വന്നു, അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് കാറ് വാങ്ങും അല്ലേ? കാറ് വാങ്ങിയില്ലേ നിങ്ങൾ? പൈസയൊക്കെ വന്നപ്പം എങ്ങനെ വാങ്ങി? ലോൺ എടുത്ത് വാങ്ങി. വീട് വാങ്ങിയോ നിങ്ങൾ? എങ്ങനെ വാങ്ങി? ലോൺ എടുത്ത് വാങ്ങി. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ നിങ്ങൾ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? ലോൺ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആൾക്കാർക്ക്, അതായത് എക്കണോമി വളരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ക്രെഡിറ്റ്സ് കൂടും. ഇത് ആരാണ് ഈ ക്രെഡിറ്റ് കൊടുക്കുന്ന ആൾക്കാർ? ബാങ്ക്സ് അല്ലേ? അപ്പോൾ ഈ ബാങ്കിങ് സെക്ടർ വളരും. അതുകൊണ്ട് തന്നെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ പ്രയോറിറ്റി കൊടുത്തൊരു സെക്ടറായിരുന്നു ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ്. അപ്പോൾ ഈ ബാങ്കിങ് സെക്ടറിലുള്ള ലാർജ് ക്യാപ്സ് കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? HDFC ബാങ്ക് ഉണ്ട്, ICICI ബാങ്ക് ഉണ്ട്, SBI ബാങ്ക് ഉണ്ട്, ബജാജ് ഫിനാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ഗ്രോത്തും അതുപോലെ തന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ളൊരു സെക്ടറാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയിൽ വിശ്വാസമുണ്ട് അല്ലേ? എക്കണോമി വളരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു സെക്ടർ വളരും, ഈ സെക്ടറിലുള്ള കമ്പനീസ് വളരും. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ചേർത്ത സെക്ടറാണ് IT സെക്ടർ. എന്താണ് IT സെക്ടർ? ഇൻഫോർമേഷൻ ടെക്നോളജി സെക്ടർ. അതായത് സോഫ്റ്റ്വെയർ സർവീസസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI, ഡിജിറ്റൽ സർവീസസ്, ഇതൊക്കെ നൽകുന്ന കമ്പനീസാണ് IT സെക്ടറിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇന്ത്യ ലോകത്തിൻ്റെ തന്നെ IT പവർ ഹൗസ് ആണ്. മാത്രമല്ല IT കമ്പനികളെല്ലാം ഡോളറിലാണ് വരുമാനം നേടുന്നത്. അത് നമുക്കറിയാം. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി അത് കണ്ടിന്യൂ ചെയ്യും. ഇതൊരു ട്രെൻഡ് അല്ല, ഇതൊരു ദീർഘകാലത്തേക്കുള്ളൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ്. അതുകൊണ്ട് തന്നെ IT സെക്ടറിലുള്ള കുറച്ച് കമ്പനികൾ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. IT സെക്ടറിലുള്ള ലാർജ് ക്യാപ് കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? TCS, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, വിപ്രോ, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ആഡ് ചെയ്ത അടുത്ത സെക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FMCG ആണ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. എന്താണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്? നമ്മൾ ദിവസം യൂസ് ചെയ്യുന്ന കൺസ്യൂമർ ഗുഡ്സ്, ഓക്കെ, ദൈനംദിന ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കുന്ന കമ്പനീസാണ് ഈ FMCG സെക്ടറിലുള്ളത്. ഫോർ എക്സാമ്പിൾ പേസ്റ്റ്, സോപ്പ്, ഫുഡ് പ്രൊഡക്ട്സ്, പാനീയങ്ങൾ, ഇതൊക്കെയാണ് FMCGയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? മാർക്കറ്റ് ക്രാഷ് ആയാലും ആൾക്കാർ ബ്രഷ് ചെയ്യൂലേ? ടൂത്ത് പേസ്റ്റ് വാങ്ങിയിട്ട് ബ്രഷ് ചെയ്യും പല്ല് അല്ലേ? ചെയ്യൂലേ? ഭക്ഷണം കഴിക്കൂലേ? മാർക്കറ്റ് ക്രാഷ് ആയെന്ന് വെച്ചിട്ട് നിങ്ങൾ പോർട്ട്ഫോളിയോ കണ്ട് സങ്കടപ്പെടുന്നുണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. കുളിക്കൂലേ സോപ്പെല്ലാം ഉപയോഗിച്ചിട്ട്? ദിവസം കുളിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് ക്രാഷ് ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു സെക്ടറിന് എപ്പോഴും എന്താണ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെക്ടർ നമ്മളുടെ പോർട്ട്ഫോളിയോൻ്റെ ഒരു ഡിഫെൻസീവ് ഷീൽഡാണ്. മാർക്കറ്റ് ക്രാഷ് ആയാലും ഈ സെക്ടർ അങ്ങനെ പെട്ടെന്ന് താണു പോകില്ല. അപ്പോൾ ഈ ഒരു സെക്ടറിലുള്ള ലാർജ് ക്യാപ് കമ്പനീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബ്രിട്ടാനിയ, നെസ്ലെ, ITC, ഇതൊക്കെയാണ്. ഇനി അടുത്ത സെക്ടർ
ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെൽത്ത് കെയർ ആൻഡ് ഫാർമയാണ്. നമുക്കറിയാം ആരോഗ്യം ഒരിക്കലും ഒരു ഓപ്ഷണലല്ല അല്ലേ? എന്ത് വന്നാലും മാർക്കറ്റ് ക്രാഷ് വന്നാലും ആൾക്കാർ മരുന്ന് വാങ്ങും. മാത്രമല്ല ഇന്ത്യ ജനറിക് മെഡിസിനിലെ ഗ്ലോബൽ ലീഡറാണ്. ലോങ് ടേം സ്ട്രക്ചറൽ ഡിമാൻഡ് ഉള്ള ഒരു സെക്ടറാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സെക്ടറിലുള്ള കമ്പനീസ് ആഡ് ചെയ്തത്. ഈ സെക്ടറിലുള്ള ലാർജ് ക്യാപ്സ് ഏതൊക്കെയാണ്? സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി, സിപ്ല, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഇതൊക്കെയാണ്. ഇനി അടുത്തത് എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു രാജ്യത്തിന്റെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്ന ഒരു സെക്ടറാണ് എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് എനർജി? ഊർജം എവിടെ നിന്നൊക്കെ വരും? പെട്രോളിൽ നിന്ന് വരും അല്ലേ? പിന്നെ ഗ്യാസ്, ഓയില്, സോളാറ്, കോള്, വിൻഡ്, വൈദ്യുതി. അപ്പൊ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുന്ന കമ്പനീസ് ആണ് ഈ എനർജി സെക്ടറിന്റെ അണ്ടറിൽ വരിക. നമുക്കറിയാം എക്കണോമി ഒരിക്കലും എനർജി ഇല്ലാണ്ട് മുന്നോട്ട് പോവില്ല. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഫാക്ടറി വർക്കാവോ? ഓഫീസുകൾ വർക്കാവോ? അപ്പൊ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് എനർജി സെക്ടർ. ഇൻഡസ്ട്രീസ് വളരുമ്പോഴാണ് രാജ്യം വളരുന്നത്. അതുപോലെ തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറും. ഇൻഫ്രാസ്ട്രക്ചറിൽ എന്താണ്? റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജ്, ഇതെല്ലാം വളരണ്ടേ? രാജ്യം വളരുമ്പം ഇതൊക്കെ വളരും, ഇൻഫ്രാസ്ട്രക്ചർ വളരും. അപ്പൊ പണ്ടത്തെ റോഡല്ല ഇപ്പോഴത്തെ റോഡിനൊക്കെ വേണ്ടി ഒരുപാട് രാജ്യം ഇങ്ങനെ എല്ലാ വർഷവും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി രാജ്യം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ആ സെക്ടറിലുള്ള കമ്പനീസിനെ വളർത്തും. അപ്പൊ ഈ ഒരു സെക്ടറിലുള്ള ലാർജ് ക്യാപ്സിന്റെ എക്സാമ്പിൾ L&T, റിലയൻസ്, ONGC, കോൾ ഇന്ത്യ, NTPC, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത സെക്ടർ ഓട്ടോ ആൻഡ് മാനുഫാക്ചറിങ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിന്റെ ഓട്ടോ സെയിൽസ് നോക്കിയാൽ മതി. ഈ കാറ്, ബൈക്ക്, ഇതിന്റെ ഒക്കെ വിൽപ്പന കൂടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആളുകൾക്ക് വരുമാനം കൂടി. ആളുകൾ വരുമാനം കൂടുന്നതുകൊണ്ടല്ലേ കാറും ബൈക്കെല്ലാം പോയി വാങ്ങുന്നത്. അപ്പൊ ആ രാജ്യം വളരുന്നുണ്ട് എന്നാണ് അർത്ഥം. കണ്ടോ, എല്ലാം ഒരു ഇന്റർലിങ്ക്ഡ് ആണ് മൊത്തം. മാത്രമല്ല ഇപ്പം EV റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ സെക്ടർ വലിയൊരു ലോങ് ടേം ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് സൈക്ലിക് ആണെങ്കിലും അതിന്റെ ഒരു എക്സ്പാൻഷൻ ഫേസിൽ ഇത് നല്ല റിട്ടേൺസ് നമുക്ക് തരും. ഈ സെക്ടറിലുള്ള ലാർജ് ക്യാപ്സിന്റെ എക്സാമ്പിൾസ് മാരുതി, ടാറ്റ മോട്ടോഴ്സ്, M&M, ബജാജ് ഓട്ടോ, ഇതൊക്കെയാണ്. ഇനി അവസാനമായിട്ട് ഞാൻ ആഡ് ചെയ്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് കൺസ്യൂമർ ആൻഡ് റീറ്റെയിൽ സെക്ടറാണ്. നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും വരുമാനം കൂടുന്ന സമയത്ത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ സ്പെൻഡിങ് കൂടും അല്ലെ? നമ്മൾ ഡ്രസ്സുകൾ വാങ്ങും, വാച്ചുകൾ വാങ്ങും, അങ്ങനെ പല കാര്യങ്ങളും. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ പല ഇമ്പ്രൂവ്മെന്റ്സ്, ഷൂസ് വാങ്ങും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വാങ്ങും. അപ്പം പോർട്ട്ഫോളിയോയിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഞാൻ ഈ ഒരു സെക്ടറിലും വെച്ചു. ഈ ഒരു സെക്ടറിലുള്ള ഫ്യൂ എക്സാമ്പിൾസ് ആണ് ടൈറ്റൻ, DMarts, ഏഷ്യൻ പെയിന്റ്സ്, ഇതൊക്കെ. അപ്പൊ ഞാൻ ഫോളോ ചെയ്ത സ്ട്രക്ചർ ഇതാണ്. ടോപ്പ് 3 ഞാൻ നിർത്തിയ സെക്ടേഴ്സ് ഫിനാൻഷ്യൽസും IT-യും അതുപോലെ തന്നെ FMCG ആണ്. അപ്പൊ ഈ ഒരു പോർട്ട്ഫോളിയോ കാരണം എനിക്കുണ്ടായ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിച്ചു. സെക്ടർ വൈസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിച്ചു. റിസ്ക് ബാലൻസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി മിക്സ് ആണ് ഞാൻ എടുത്തത്. അപ്പൊ ഞാൻ ചെയ്ത ഈ ഒരു സ്ട്രക്ചറിന്റെ ലേണിംഗ് ഫേസ് ആയിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സ്റ്റോക്സ് ഒന്നും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അതൊക്കെ ഓരോ സെക്ടേഴ്സിലുള്ള ലാർജ് ക്യാപ് സ്റ്റോക്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും ടൈം ലൈനും ഗോൾസും നിങ്ങളുടെ ലക്ഷ്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരൊറ്റ സ്റ്റോക്ക് കൊണ്ടല്ല. നല്ലൊരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. അതായത് നമ്മൾക്കൊരു സ്ട്രക്ചറും ഡിസിപ്ലിനും പേഷ്യൻസും ഉണ്ടെങ്കിൽ നമ്മൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ മനസ്സിൽ കണ്ടിട്ട് ഓക്കെ ഇന്ന സെക്ടേഴ്സിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇന്ന സെക്ടേഴ്സിൻ്റെ ഭാഗമാവണം, ഈ സെക്ടേഴ്സൊക്കെ വളരുമ്പം ആ സെക്ടേഴ്സിലെ സ്റ്റോക്ക് പിക്ക് ചെയ്യണം, ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ച് എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ക്ലാരിറ്റിയും കോൺഫിഡൻസും കിട്ടും. അല്ലാണ്ട് ആരെങ്കിലും ഒരു സ്റ്റോക്ക് എവിടെന്നെങ്കിലും വാട്സപ്പിന്നോ ടെലിഗ്രാമെന്നോ ഫേസ്ബുക്കിന്നോ കിട്ടിക്കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നതിനേക്കാളും പോർട്ട്ഫോളിയോ നോക്കിയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി ഈ പോർട്ട്ഫോളിയോയിൽ നമ്മൾ സെക്ടർ വൈസ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ലാർജ് ക്യാപ് സ്റ്റോക്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓരോ സെക്ടേഴ്സിൻ്റെയും പറഞ്ഞത്. നമ്മൾക്ക് ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇതിൻ്റെ ഒരു മിക്സ്ചറും ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയുണ്ട്. ഈ 1 ലക്ഷത്തിൽ ഞാൻ ഒരു 30% ഫിനാൻഷ്യൽ സെക്ടറിൽ ഇടാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ 30,000 അതിനു വേണ്ടി മാറ്റിവെച്ചു. ആ 30,000 നിന്നും എനിക്ക് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 30,000 ഞാൻ 20,000 ലാർജ് ക്യാപ്പിലും 5,000 മിഡ് ക്യാപ്പിലും 5,000 സ്മോൾ ക്യാപ്പിലും ഇടാണ്. അങ്ങനെയും എനിക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. അപ്പം ലെറ്റ് മീ ആഡ് ദിസ് പോയിന്റ് ഓൾസോ. ഏത് സ്റ്റോക്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? അപ്പോൾ ഇതൊരു കോമൺ ഡൗട്ടാണ്. ലാർജ് ക്യാപ്സ് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ? മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുമോ? ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ എക്സ്പീരിയൻസിനെ അപേക്ഷിച്ചാണ്. നമ്മൾക്കുള്ള ടൈം, നമ്മൾക്കുള്ള റിസ്ക്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്. എന്താണ് ലാർജ് ക്യാപ് കമ്പനീസ്? അവർ മാർക്കറ്റ് ലീഡേഴ്സാണ്. അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഏർണിങ്സ് ഉണ്ടാവും, സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, അവർ കുറച്ചും കൂടി ലെസ് വോളറ്റൈൽ ആയിരിക്കും. അപ്പോൾ ഇവർ ഓൾറെഡി വളർന്ന് പന്തലിച്ച ഒരു കമ്പനിയാണ്. ഡെഫിനറ്റ്ലി ഒരു ഗ്രോത്ത് ഉണ്ട് അവർക്ക്, സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ അതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കുറവാണ്. കാരണം വലിയ കമ്പനിയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്നില്ല.
അപ്പം മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇവരങ്ങനെ പെട്ടെന്ന് ഇടിയൂല. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പ്ലോസീവ് ഗ്രോത്ത് ഒന്നും ഇവരുടെ അടുത്ത് നിന്ന് കിട്ടിയെന്ന് വരില്ല. വലിയ മൾട്ടിബാഗർ റിട്ടേൺ വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഒന്നും ചിലപ്പം ലാർജ് ക്യാപ് കമ്പനീസ് തന്നൊന്നും വരില്ല. പക്ഷേ ഈ ലാർജ് ക്യാപ് കമ്പനീസ് ആണ് ഒരു പോർട്ട്ഫോളിയോന്റെ ഒരു ഫൗണ്ടേഷൻ. ബിക്കോസ് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഇവർ ഹെൽപ്പ് ചെയ്യും നമ്മളെ. മിഡ് ക്യാപ് കമ്പനീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോയിങ് ബിസിനസ്സസ് ആണ്, അത് എക്സ്പാൻഷൻ ഫേസിലുള്ള കമ്പനീസ് ആണ്. ഇവർക്ക് നല്ല റിട്ടേൺ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്. സ്മോൾ ക്യാപ്പ് നിന്ന് ഇവർ മിഡ് ക്യാപ്പ് ആയി വന്നു, അടുത്ത ലാർജ് ക്യാപ്പ് ആവാനുള്ള പോക്കാണ് ഇവർ പോകുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവർക്ക് ഏർണിങ്സിൽ ഒരു വോളറ്റിലിറ്റി ഉണ്ടാവും. മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ലാർജ് ക്യാപ്പിനെക്കാട്ടിയും വലിയൊരു അടിയായിരിക്കും ഇവർ നമുക്ക് തരിക. അപ്പോൾ ഈ മിഡ് ക്യാപ്സ് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് എഞ്ചിൻ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി സ്മോൾ ക്യാപ്സ് എന്ന് പറയുന്നത് ചെറിയ കമ്പനീസ് ആണ്, വളരെ ഏർലി സ്റ്റേജിലാണ് അവരുള്ളത്. ഇത് ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയാണ്. കിട്ടിയ ലോട്ടറി, പൊട്ടിയാൽ പോയി. അപ്പോൾ ഇവിടെയാണ് മൾട്ടി ബാഗർ പൊട്ടൻഷ്യൽ ശരിക്കുള്ളത്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ ഇവരൊരു 50 to 60% ഒക്കെ അങ്ങോട്ട്, അതിനേക്കാളും ചിലപ്പോൾ താഴേക്ക് പോകും. അതായത് നമ്മളുടെ ക്യാപിറ്റൽ മൊത്തം അങ്ങോട്ട് പോകും. പകുതിയിൽ കൂടുതലും കറക്ഷൻ ഫേസിൽ ഇവർ കൊണ്ടുപോകും സ്മോൾ ക്യാപ് കമ്പനീസ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റിസ്ക്. അപ്പം നമ്മൾ വലിയൊരു ശതമാനമൊക്കെ സ്മോൾ ക്യാപ്പിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു മാർക്കറ്റ് ക്രാഷ് വരുമ്പോൾ ഭയങ്കര നഷ്ടം സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫേസിലേക്ക് കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും സ്മോൾ ക്യാപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഹിസ്റ്റോറിക്കലി സ്മോൾ ക്യാപ്സും മിഡ് ക്യാപ്സും ഒരു ബുൾ റണ്ണിൻ്റെ സമയത്ത് നന്നായിട്ട് ഔട്ട് പെർഫോം ചെയ്യും. പക്ഷെ ഒരു ബിയർ മാർക്കറ്റിൽ, താഴോട്ട് പോകുന്ന മാർക്കറ്റിൽ ലാർജ് ക്യാപ്സ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല. അതിനേക്കാളും എങ്ങനെ നമ്മളിത് ബാലൻസ് ചെയ്യണം എന്നതാണ് നമ്മൾ ശരിക്കും ചോദിക്കേണ്ടത്. അപ്പോൾ ബിഗിനർ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ലാർജ് ക്യാപ്പിൽ ഫോക്കസ് ചെയ്യാം. ഒരു 70% ലാർജ് ക്യാപ്പ്, പിന്നെ ഒരു 20% മിഡ് ക്യാപ്പ്, 10% സ്മോൾ ക്യാപ്പ് എന്ന രീതിയിൽ പോകുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് വോളറ്റിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. അത് നമ്മൾക്കൊരു കോൺഫിഡൻസ് തരും. കാരണം നമ്മൾക്ക് എപ്പോഴും സ്റ്റെബിലിറ്റിയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ആ സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്യാൻ ഈ ഒരു അപ്രോച്ച് ആദ്യം ബിൽഡ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. നമ്മൾ ഇതൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എക്സ്പീരിയൻസ് കൂടുമ്പം നമ്മൾ മെല്ലെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും പഠിച്ച് എക്സ്പോഷർ കൂട്ടാൻ തുടങ്ങും. കാരണം നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാൻ അറിയാം, നമ്മൾക്ക് ബിസിനസ് സൈക്കിൾസ് മനസ്സിലാവാൻ തുടങ്ങും, നമ്മൾക്ക് വാല്യുവേഷനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പം നമ്മൾക്ക് മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കുള്ള എക്സ്പോഷർ കൂട്ടാം. പക്ഷേ നെവർ ഇഗ്നോർ ലാർജ് ക്യാപ്സ്. കാരണം ലാർജ് ക്യാപ്പ് ഒരു ഫൗണ്ടേഷൻ ആണ് ശരിക്കും പറഞ്ഞ പോർട്ട്ഫോളിയോൻ്റെ. അപ്പോൾ എടുക്കുക റിസ്ക് എടുക്കണം എന്ന് വെച്ച് മോർ റിസ്ക് ആണ് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് എന്ന് വിചാരിക്കരുത്. റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോർട്ട്ഫോളിയോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. റിസ്ക് എടുക്കണം, ആ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കാം, മാർക്കറ്റ് കറക്ഷനിൽ നമ്മൾ ഇമോഷണൽ ആവും, നമ്മളിരുന്ന് ഇങ്ങനെ വിഷമിക്കും. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് നോട്ട് ഓപ്ഷണൽ, ഇറ്റ്സ് ദ മാൻഡറ്ററി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരു തുടക്കക്കാരൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സെക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ എങ്ങനെയാണ് ആ സെക്ടേഴ്സിൻ്റെ അകത്ത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനീസിനെ ഉൾപ്പെടുത്തേണ്ടത് എന്നതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് എന്നൊരു സംഭവം വരും, അതും കൂടി അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ 40K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഐ ഫീൽ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.